നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇരിക്കുന്നത്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു. കുറച്ചധികം കുട്ടികൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ചെറിയ തരത്തിലുള്ള വിഷമത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് വെരി ഓക്കെ എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. പ്രൈമറിലി പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി തന്നെ കുറച്ച് കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ബയോളജിയിൽ ഫാക്ച്വൽ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. എക്കോളജിയുടെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് നൈട്രജൻ ഫിക്സിങ്, നോട്ട് നൈട്രജൻ ഫിക്സിങ്, അങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റൻസ്, ഫാക്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ്, കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റൻസ്, ബയോടെക്നോളജിയിലും ജനറ്റിക്സിലൊക്കെ കൺസെപ്റ്റൽ ക്വസ്റ്റൻസ്, NCERT-ന്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ്ലി ചോദിച്ച നെടുനീള സ്റ്റേറ്റ്മെന്റുകൾ, സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ 3 സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ 3 സ്റ്റേറ്റ്മെന്റ് വെച്ചൊരു വലിയ പാരഗ്രാഫായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് NCERT നല്ല തറവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബയോളജി ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് പറയുന്നത്. ബയോളജി തന്നെ നിങ്ങൾക്ക് 3-4 ക്വസ്റ്റ്യൻ തെറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പെഡിഗ്രിയുടെ പോലത്തെ ക്വസ്റ്റൻസിലൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഓട്ടോസോമൽ റെസസീവ് ആണോ എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണോ എന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനത്തെ ക്വസ്റ്റൻസും ഉണ്ട് അതിനകത്ത്. സോ ജനറലി പറഞ്ഞാൽ ബയോളജി എന്ന് പറഞ്ഞാൽ 5, 6, 7 ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റാണ്, സ്കിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് വെരി നോർമൽ എന്നുള്ളതാണ്. കെമിസ്ട്രിയുടെ കാര്യം തമ്മിൽ ഭേദമാണ്. കെമിസ്ട്രി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം വല്ലാണ്ട് കുഴപ്പിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഫിസിക്സ് വാസ് റിയലി ഒരു 3-4 പടി ഹയർ ആയിരുന്നു. അടുത്ത കാലത്തൊന്നും ചോദിക്കാത്ത പോലത്തെ കുറച്ച് ന്യൂമറിക്കൽസ്, കുറച്ചധികം ചെയ്തെത്തിക്കേണ്ട സാധനങ്ങൾ, സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം NCERT-ന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ തന്നെ, എല്ലാം സിലബസിനകത്ത് തന്നെ, പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഫിസിക്സിൻ്റെ ഭാഗത്ത് വരുന്നത്. സോ കഴിഞ്ഞ വർഷം 676 കട്ട് ഓഫ് ആണ്. ആകെ 9 ചോദ്യം തെറ്റാനുള്ള വകുപ്പേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത്തവണ ഒരു 9-10 ചോദ്യമൊക്കെ എല്ലാവരുടെയും തെറ്റുകയോ സ്കിപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നോർമൽ ആയിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എക്സാം ടഫറാണ്, അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, റിലാക്സ് ചെയ്തിരിക്കുക, സമയം പോലെ ആൻസർ കീ നോക്കുക. ഈ വീഡിയോൻ്റെ അടിയിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ആൻസർ കീ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. നിങ്ങൾ സമയം പോലെ ആൻസർ കീ നോക്കിയിട്ട് മാർക്ക് തിരിച്ചു പറഞ്ഞുതരാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്രയായിരിക്കും, ഏകദേശം അഡ്മിഷൻ പോസിബിലിറ്റീസ് എന്തായിരുന്നു എന്നുള്ളവരും കൂടി നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, ആ നമ്പറിലേക്ക് കണക്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ കീന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് ഇൻബോക്സ് ചെയ്ത് തരുന്നുണ്ടാവും. പേജ് ഫോളോ ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. കൂടുതൽ അപ്ഡേറ്റ്സ് ആർ കമ്മിങ് സൂൺ.